ഈ അടുത്ത കാലത്ത് 2 പ്രസിദ്ധരായ വചനപ്രഘോഷകര് കൃത്യമായിട്ട് സഭയുടെ അല്ലെങ്കിൽ സഭ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ഇത്ര ജപമാല ചൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത കാര്യക്ക് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം എന്തുമാത്രം നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന ഇങ്ങനെ ഉരുവിടുകയും ദൈവത്തിലേക്ക് ഉയരുകയും ചെയ്ത് നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന നിസ്സാര കാര്യമൊന്നുമല്ല. അത് ദൈവമേധാവാണ് എല്ലാ പ്രതിസന്ധികളും ഇടപെട്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ആഹ്വാനത്തിനകത്ത് ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടാണ്. അത് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അവകാശപ്പെട്ടതല്ല. സഭയ്ക്ക് ഒരു പ്രബോധക സമിതിയുണ്ട്. അത് സ്ലീഹന്മാർ പിൻഗാമികളാണ്. അവരിലൂടെ വേണം ഇത് വരുവാനായി. അങ്ങനെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് എങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു ദൈവനിവേശിതമായ ആഹ്വാനം എന്ന നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരു വിമർശന വിധേയമാക്കിക്കൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളപ്പൊക്കമുണ്ടായെന്നും മനുഷ്യൻ മുഴുവൻ നശിച്ചു പോയി എന്നൊക്കെയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടാകാനിടയില്ല. അതേസമയത്ത് വലിയ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ചിന്തകളും ഓർമ്മകളും നിലനിൽക്കുന്ന ഐതിഹ്യങ്ങൾ ധാരാളം ഉണ്ടാകും. നമ്മുടെ അടുത്ത കാലത്തും ഉണ്ടായല്ലോ. അങ്ങനെ ഒരു ഐതിഹ്യം കടയെടുത്തുകൊണ്ട് അതിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊരു വിശദീകരണം എന്നതുപോലെയും ഭാവി വരാനിരിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകളുടെ ജീവിതത്തിൽ വഴികാട്ടി എന്നതുപോലെയും വിശുദ്ധ ഗ്രന്ഥകർത്താവ് ജലപ്രളയത്തെ വിവരിക്കുന്നതാണ് നാം ഇപ്പോൾ കാണുക. അതായത് ഇസ്രായേൽ ജനം തിന്മയിൽ പെരുകി കഴിഞ്ഞപ്പോൾ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ദൈവം ഒരേ സമയത്ത് നീതിമാനും കാരുണ്യവാനുമാണ്. ഇത് രണ്ടും കൂടെ ഒന്നു ചേർന്ന് പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീതി പൂർണ്ണമായും നിർവഹിക്കപ്പെടുകയാണെങ്കിൽ അവിടെ കരുണ കാണില്ല. കരുണ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീതിയും കാണുകയില്ല. പക്ഷേ കർത്താവ് രണ്ടും ഒരുപോലെ നിർവഹിക്കുന്നയാളാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ അത് നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ ഫലം തമ്പുരാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു വിട്ടുകൊണ്ട് അവിടെ ആ നീതിയും അതേസമയത്ത് കരുണയും ഒരുപോലെ നിർവഹിക്കപ്പെട്ടതാണ് കുരിശിലെ ബലി, നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ബലി എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ ജലപ്രളയ വർണ്ണമൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങളിൽ കടന്നൊരു ചരിത്രപര അറാറാത്ത് പർവ്വതം എവിടെയാണ് അല്ലെങ്കിൽ അവിടെ എവിടെയായി പെട്ട് ഉറച്ചതെന്ന് നോക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. വിശുദ്ധഗ്രന്ഥകാരൻ ദൈവനിവേശിതമായിട്ട് പറയുന്ന കാര്യങ്ങളുടെ ആ സന്ദേശാത്മകമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തയിൽ കൊണ്ടുവരേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യൻ്റെ തിന്മ പെരുകിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥയാണത്. തിന്മ എല്ലാ കാലത്തും പെരുകിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ദൈവത്തിന് ഇടപെടലുണ്ടാകാം, പ്രശ്നങ്ങൾ കണ്ടുവാനും വളരാം. ആ പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യുന്നറിയാതെയുള്ള വിഷമതകളുണ്ടാകും. സഭയ്ക്കാണെങ്കിലും സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ അടുത്ത കാലത്ത് 2 പ്രസിദ്ധരായ വചനപ്രഘോഷകർ അവർ വളരെ കൃത്യമായിട്ട് സഭയുടെ അല്ലെങ്കിൽ സഭ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ഇത്ര ജപമാല ചൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത കാര്യക്ക് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പലരും ഇങ്ങനെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ അതിൻ്റെ അർത്ഥം. അതാർത്ഥം ഇത്രയേ ഉള്ളൂ. പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകാൻ ദൈവനിവേശിതരായ ആളുകൾക്ക് സ്വാഭാവികമായ പ്രേരണയുണ്ടാവും. സംശയമുള്ള കാര്യമൊന്നും. അതുകൊണ്ട് ഫലം ആളുകൾ കൂടെ പ്രാർത്ഥിക്കും. ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം എന്തുമാത്രം നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന ഇങ്ങനെ ഉരുവിടുകയും ദൈവത്തിലേക്ക് ഉയരുകയും ചെയ്ത് നന്മ പറഞ്ഞു പറയുന്ന പ്രാർത്ഥന നിസ്സാര കാര്യമൊന്നുമല്ല. അത് ദൈവമേധാവാണ് എല്ലാ പ്രതിസന്ധികളും ഇടപെട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആഹ്വാനത്തിനകത്ത് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ആഹ്വാനം നൽകിയ ആളുകളെ നമുക്കറിയാം. ഒരാളിനെ എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഒരു ഇവാനിസ് കോളേജിൻ്റെ ശമ്പളം ഉള്ള സർക്കാരിന് ശമ്പളം പറ്റുന്ന ഒരു അധ്യാപകനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അത് പരിപൂർണമായിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് രാജിവെച്ച് നിരസിച്ചിട്ട് വചനപ്രഘോഷണത്തിനായിട്ട് മാത്രം തന്നെ സമർപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന ആളുടെ ജെനുവിൻ അതിൻ്റെ സ്വാഭാവികമായ സത്യസന്ധത നമ്മൾ കണക്കെടുക്കേണ്ടതാണ്. അത് നമ്മൾ വില കൊടുക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും വചനം വിറ്റ് പണം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പണം വേണ്ടെന്ന് വെച്ചിട്ട് വചനത്തിന് വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അതിനകത്ത് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നതും തെറ്റില്ല. അതേസമയത്ത്
ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താനായിട്ട്, എന്നാൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനായിട്ട് ഒരു ആഹ്വാനത്തിൽ തെറ്റില്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടാണെങ്കിൽ അത് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അവകാശപ്പെട്ടതല്ല. സഭയ്ക്കൊരു പ്രബോധന സമിതിയും അത് സ്ലീഹന്മാർ പിൻഗാമികളാണ് നിലനിൽക്കുന്നത്. അവരിലൂടെ വേണം ഇത് വരുവാനായി. അങ്ങനെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് എങ്കിൽ, അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു ദൈവനിവേശിതമായ ആഹ്വാനം എന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ട് ശക്തി കൂടും. പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും മാതാവ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് നൽകുന്നതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം, സംശയമൊന്നും തന്നെ വേണ്ട. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയം അവർ പറയുന്നത് പോലെ ചെല്ലിയത് കൊണ്ട് നല്ല കാര്യം നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലിരിക്കട്ടെ. അതൊരു വിമർശന വിധേയമാക്കിക്കൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. അത് അതേക്കുറിച്ച് അങ്ങ് പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധിയിൽ വരുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നല്ലോ കർത്താവ്. ഇപ്പം ഇന്നത്തെ ഈ പ്രബോധനത്തിൽ നമ്മൾ നോഹന്റെ ചെറുപ്പത്തിൽ കിടക്കുന്ന മുമ്പ് തന്നെ അങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുക. കർത്താവ് ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് കല്ലുമ്മേ കല്ല് ശേഷിക്കാൻ നശിച്ചു പോകും. അതായത് ഈശോയുടെ രണ്ടാമത്തെ വർണ്ണം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്കറിയാം കർത്താവ് എടുത്തുപയോഗിച്ചത് നോഹിന്റെ ജലപ്രളയ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾ തന്നെ കർത്താവ് എടുത്തുപയോഗിച്ചു. അതുപോലെ തന്നെ ലോത്തിന്റെ കാര്യം എടുത്തുപയോഗിച്ചു. നമുക്ക് അതിലേക്ക് നോക്കിയാൽ എന്താണ് അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ദൈവശാസ്ത്ര ബാലൻസ് നമ്മുടെ മനസ്സിനുണ്ടാകും. അതായത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37, 39 വരെ വാക്യങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നു. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നോഹയുടെ കാലഘട്ടത്തിന്റെ ജലപ്രളയം കാര്യങ്ങളൊക്കെ ദൈവശാസ്ത്രപരമാണ്. അപ്പോൾ മനുഷ്യപുത്രന്റെ ആഗമനത്തെ ബന്ധിച്ചാ പറയുന്നത്, ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവൾ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ജയിച്ചു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അവർ അത് അറിഞ്ഞില്ല. നോക്കണേ, കൊടുക്കുന്ന സൂചന കണ്ടില്ലേ? ആ ജലപ്രളയത്തിന്റെ വിവരണം എടുത്തു വെച്ചുകൊണ്ട് കർത്താവ് പറയാൻ അതിന് മുമ്പുള്ള എത്രയോ ആൾക്കാർ അവിടെ ഉണ്ടായതുവരെ പരിഹസിച്ചവരെ 8 പേര് മാത്രമേ അകത്ത് കയറിയുള്ളൂ. അപ്പോൾ അവരൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല. ജാഗരൂകത വേണമെന്നുള്ള ചിന്തയിലാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലാകും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികെ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്രതയാണ്, എമർജൻസിയാണ് എടുത്ത് കാണിക്കുക. അതായത് നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കേണ്ടതാണ് കർത്താവിനെ സ്വീകരിക്കാനായി, കർത്താവിൻ്റെ കൂടെ ആകുവാൻ വേണ്ടി. ഈ കാണുന്ന ചുറ്റുപാടുകളുടെ ഭൗതികതയുടെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്ക് ഏറ്റവും വലിയ നിധിയും അത് തന്നെയല്ലേ. നമ്മളെ വിളിച്ചവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന കാര്യം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ. വീണ്ടും പറയുക, നിങ്ങളുടെ കർത്താവും ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ദുഷ്ടന്റെ കടന്നുവരുക, തിന്മയുടെ കടന്നുവരുക, ജാഗരൂകതയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ തിന്മകളെല്ലാം അടിച്ച് കയറും. കർത്താവിനെ മുൻകൂട്ടി പറയുന്നതാണ്. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ മരിക്കുക. നമുക്ക് ആ ഭാഗം ഈശോ ജലപ്രളയത്തെ എടുത്ത് ബന്ധപ്പെടുത്തി പറഞ്ഞത് കേട്ടില്ലേ? അപ്പം ജലപ്രളയത്തിൻ്റെ ആ മെസ്സേജ് അത് സ്ട്രോങ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് വാസ്തവത്തെ നമ്മൾ ജലപ്രളയം ഉണ്ടാകുന്നതിന് പിൻപുള്ള അതിൻ്റെ കാരണത്തെക്കുറിച്ച് നോഹയുടെ ആ കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിന് 6 അധ്യായത്തിൽ 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ അതിൻ്റെ കാരണം എടുത്ത് പറയുകയുണ്ടായി. അതായത് മനുഷ്യൻ പെരുകി, ഭയങ്കരമായിട്ട് പെരുകി. ഇപ്പം ഇന്നും പെരുകിയിട്ടുണ്ടല്ലോ. എന്തുമാത്രം 680 കോടി ജനങ്ങളാണ് നമുക്ക് ഇവിടെയുള്ളത്. അത് ഇന്ത്യയിൽ തന്നെ 142 കോടി ജനങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇവിടെയൊക്കെ അതേക്കുറിച്ചും അധികം കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ ലോകത്തിലുണ്ടായിട്ട് കിടപ്പാടമില്ലാത്ത എന്തുമാത്രം ആൾക്കാരുണ്ട്. അതുപോട്ടെ, എന്തായാലും ശരി. അപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞു വെച്ചാൽ മനുഷ്യപുത്രർ മനുഷ്യപുത്രിമാർ അഴകുള്ളവരായി കണ്ട് അവരെ ഭാര്യമായി സ്വീകരിച്ചെന്ന് പറയുമ്പോൾ നാം വ്യാഖ്യാനിച്ചും പറയുന്നതായി. അത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം വിജാതീയ സ്ത്രീകളെ ഭാര്യമായിട്ട് സ്വീകരിച്ചതിനെ കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവ നിയമത്തിന് വിരുദ്ധമായി വൈവാഹിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. നാശത്തിൻ്റെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത് വഴി തെറ്റിയ വിവാഹ ജീവിതങ്ങളാണ്.
അത് എല്ലാ കാലത്തും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാ സംഭവിച്ചത്, ദൈവം മനുഷ്യൻ്റെ ആയുസ്സിനെ വെട്ടിക്കുറച്ചു. ഇപ്പോൾ ഒരിടത്ത് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ 400, 600, 300 ഒക്കെ പ്രായമെന്ന് പറഞ്ഞിരുന്നത് 120 ദൈവം വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറച്ചിൽ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നില്ലേ? നോക്കിയേ, 10 മരണം എടുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്തു നോക്കിയോ, അതിൽ നിശ്ചയമായിട്ടും 5 എണ്ണവും 50-ൽ താഴെ പ്രായമുള്ളവരാണ്. ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് നമ്മൾ വലിയ ഭയങ്കരമായിട്ട് നന്മയെ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ, മറുഭാഗത്ത് തിന്മയ്ക്ക് അതിർത്തിയില്ലാതെ പെരുകിക്കൊണ്ട് വരുമ്പോൾ ആയുസ് പോകുന്ന പോക്ക് കണ്ടില്ലേ? നോക്കി നിൽക്കെ കുഴഞ്ഞ് വീണ മരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മരണത്തിന് പ്രായമില്ല. അപ്പോൾ 10 മരണത്തിൽ 5 എണ്ണവും 50-ൽ താഴെയായിരിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അത് ദൈവം മനുഷ്യൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദുഃഖിച്ച ഒരു കാലം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം ദുഃഖിച്ചു, പരിതപിച്ചു. ഇതിനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ദുഃഖിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ സംഭവം, ഇതെന്തൊരു കാര്യം, അതേ അധപ്പതനം തന്നെ വന്നു ചോദിച്ചില്ല. ഇന്ന് ഭാര്യയ്ക്ക് ഭർത്താവ് അല്ലാത്ത മറ്റൊരു ബന്ധം, ഭർത്താവിന് ഭാര്യയോടല്ലാത്ത മറ്റൊരു ബന്ധം, ഇതൊക്കെ ഒരു രീതിയായിട്ട് വന്നു കഴിയുമ്പോൾ നാം ഓർക്കണം, ഇതിനൊക്കെ കഠിനമായ ശിക്ഷയുണ്ടാകും. ധാർമ്മിക നിയമങ്ങൾ തകർത്ത് കളഞ്ഞാൽ ശിക്ഷയുണ്ടാകുന്ന ഒരു സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് അവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു, പിന്നെ എനിക്കും ചെയ്യാൻ പാടില്ല എന്നുള്ള തോന്നലിൽ ജഡികമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് തട്ടിമുട്ടി ഉടഞ്ഞു പോകും സഹോദര, അത് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് വഴിപിഴച്ച ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതേ സമയത്ത് കണ്ടോ കർത്താവ്, അതേ സമയത്ത് അങ്ങനെ വഴിപിഴച്ച ജനത്തിൻ്റെ മൂർധന്യത്തിൻ്റെ നടുവില നോഹ വിളിക്കപ്പെടുക. അപ്പം കൃപയുടെ വഴി തെളിയുന്നത് കണ്ടോ. അപ്പം ഏത് തിന്മയുടെ നടുവിലും കൃപയുടെ വഴി തെളിയിക്കാൻ ദൈവത്തിന് കഴിയും. അത് നോഹ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കും. വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ്, അവരന്നത്തെ കാലഘട്ടത്തിൽ തിന്മയെ പെരുകിക്കഴിഞ്ഞപ്പം പ്രവാചകന്മാർ പറഞ്ഞത് കേട്ടില്ല, ജെറമിയ പറഞ്ഞത് കേട്ടില്ല. ആ ജെറമിയ അവർ ചെയ്തെന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവസാനം അവരെന്ത് ചെയ്തു, ഇത് ബാബിലോൺ രാജാവ് വന്ന് അടിച്ച്, നെബൂഖദ്നേസർ വന്ന് അടിച്ച് തകർത്ത് ഒരുപാട് പേരെ കൊന്നു. ഇതൊക്കെയാണ് അതിന് പിമ്പിൽ ചരിത്ര വസ്തുതകൾ. കൊന്നു കഴിഞ്ഞ് കെട്ടി ബാക്കിയുള്ളതിനെ കൊണ്ട് പോയി. പക്ഷേ അധികകാലം അങ്ങനെ അയാളുടെ കീഴ്പ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. 50 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സൈറസ് ചക്രവർത്തി എന്ന ആളിനെ പേർഷ്യയിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് ബാബിലോണിൻ്റെ ആനെ തോൽപ്പിച്ച് സ്വതന്ത്രം. അപ്പോൾ ആശ്വാസപ്രദൻ എന്ന രീതി ഒരാൾ കടന്നു വരുന്നത് കണ്ടോ. അപ്പം ചരിത്രത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെ. അതിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകതയാണ് ഈ നോഹിൻ്റെ സംഭവത്തിലൂടെയും പ്രളയത്തെ സംഭവത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെല്ലാം ഇങ്ങനെ പറഞ്ഞു വഴിപിഴച്ച ബന്ധങ്ങളൊക്കെ പോകുമ്പോൾ ഓർത്തോണം, ഇരുട്ടിലേക്ക് പോവുകയാണ്, പക്ഷേ പ്രകാശം മറ്റൊരു വഴിക്കുണ്ട്. അതാണ് നോഹ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് എന്തോ ആ നോഹ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോഹ കഴിയുന്നിടത്തോളം പെട്ടകത്തിലേക്ക് ഈ കാണുന്ന എല്ലാത്തിനെ കയറ്റുന്നു. പക്ഷേ 8 പേരെ കൊണ്ട് കയറ്റാൻ പറ്റിയില്ല. ആ പേടകം എന്ന് പറയുന്നത് തിരുസഭയുടെ തന്നെ പ്രതീകമാണ്. തിന്മയിൽ മുഴുകിയിരിക്കുന്ന ജനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഭ ആഗ്രഹിക്കുന്നു. ഇപ്പം നമുക്ക് ആ വചനപ്രഘോഷ കാര്യം പറഞ്ഞല്ലോ, എന്തുമാത്രം നന്മ അവർ ചെയ്യുന്നത്. അവർ വചനപ്രഘോഷങ്ങൾ എത്രയോ ലക്ഷങ്ങൾ ആളുകളാണ് കേട്ടുകൊണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ദൈവജനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് അത് വിലപ്പെട്ട നിധികളല്ലേ ഇങ്ങനെയുള്ള ദൈവം തന്നിരിക്കുന്ന ആ വലിയ ദൈവവിളികളെന്ന് പറയുന്നത്. ഒരു സംശയവും വേണ്ട. അതിലൂടെ എത്രയോ 10,000 രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിലെ ദൈവത്തേക്ക്. അങ്ങനെ ഒരു വശം ആശ്വാസപ്രദനെ അന്ന് നോക്കേ നൽകിയതുപോലെ തന്നെയാണ് ഇന്ന് ഇതുപോലുള്ള വലിയ വചനപ്രഘോഷ ദൈവം നൽകി. ദൈവത്തിന് നമുക്ക് നന്ദി പറയേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് പെട്ടകത്തിലേക്ക് ഏതാണ്ട് എല്ലാ ജീവജാലങ്ങളും 2 പേരെന്ന് വെച്ചാൽ ഒരു 70,000 പേരോ വിചാരിച്ച് നോക്കി. അപ്പോൾ അധികം പേരെ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, 8 പേര് മാത്രം. അപ്പോൾ അത് സഭയുടെ നിഴലാണ്. അതേ സമയത്ത് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, നോക്കി നിന്നുകൊണ്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞു. നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുകയെ, യൂട്യൂബിലേക്ക് നോക്കിയാൽ ഒത്തിരി നന്മയുണ്ട്, ധാരാളം വചനപ്രഘോഷണം കേൾക്കാം. അപ്പം അതേ സമയത്ത് തന്നെ എത്രമാത്രം പരിഹാസം നിറഞ്ഞ സഭയെ പരിഹസിക്കുക, സഭയുടെ അഭിഷേകമുള്ള വ്യക്തികളെ പരിഹസിക്കുക, എന്തൊരു ഭാഷയാണ് ചിലർക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വൈദികൻ്റെ ഒരു മെത്താൻ്റെ എന്തെങ്കിലും ചെറിയ അല്ലെങ്കിൽ വലുതാണെങ്കിലും തന്നെയുള്ള കാര്യങ്ങൾ എടുത്തങ്ങ് ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇവരെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയുന്ന ദുഷ്ടമായ പ്രവൃത്തി അത് തമ്പുരാൻ ശിക്ഷിക്കുന്നത് സംശയമൊന്നും വേണ്ട. അതൊരു ശരിയായ എത്രയോ നല്ല പരിശുദ്ധരായ വൈദികരുള്ള ഒരു സമൂഹ സഭയെന്ന് പറഞ്ഞാൽ എന്തുമാത്രം നല്ല വൈദികർ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിനിടയിലൂടെ ചില ആളുകൾ ഇങ്ങനെ വചനം പ്രഘോഷിച്ച് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്ക് വൈദികരും വൈദികല്ലാത്തവരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം.
ആണെങ്കിൽ തന്നെ ഇതിനിടയിലൂടെ വളരെ നിശ്ചിതമായ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകുന്ന മനോഹരമായ ജീവിതങ്ങൾ അതിനെയൊക്കെ വിലയിടിച്ച് കാണിച്ചിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം തകർക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായ പോക്കല്ല എന്ന്. അതുകൊണ്ട് ഒന്നാമത് നമുക്ക് കർത്താവിന് വായന കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് വിരൽത്തുമ്പിലുണ്ട്, പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ വചനപ്രകാരം കേൾക്കാൻ പോകണം, ഇത് വീട്ടിലിരുന്നാൽ മതിയല്ലോ. യൂട്യൂബ് ഒന്ന് തുറന്നു പോയൊരു നല്ലൊരു വചനപ്രഘോഷണ കാര്യമൊന്നും കേട്ടാൽ മറ്റും മതി. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എത്രമാത്രം സൗകര്യം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനാകും. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, ഈ പെട്ടകം എന്ന് പറയുന്ന സംഗതി അവിടെ ഈ എല്ലാം പൂട്ടി പണിതത് നോക്കിയാണ്, പക്ഷേ പെട്ടകം അടച്ചത് ദൈവം തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നാം മനസ്സിലാക്കണം, ആ പെട്ടകത്തിന് പ്രതീകാത്മകത എടുത്ത് പറയാൻ കാരണം ഇത് തന്നെയാണ്. അപ്പം ഇന്ന് ഈ വചനപ്രഘോഷകരെ വിമർശിച്ചുകൊണ്ട് വരുന്ന യൂട്യൂബും മറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത്രയും പറയാനായിട്ട് ഇടയായിട്ടുള്ളത്. ദൈവം നൽകിയിട്ടുള്ള വചനപ്രഘോഷകരുടെ നല്ല ആത്മാർത്ഥം നിറഞ്ഞ വചനങ്ങൾ അത് സ്വീകരിക്കാനും ആഹ്വാനം സ്വീകരിക്കാനും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്തിനാ അതിനെക്കുറിച്ച് നമുക്ക് അനാവശ്യമായ ചർച്ച ഉണ്ടാകേണ്ട കാര്യം? എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ പ്രശ്നപരിഹാരങ്ങളും പ്രതിസന്ധികൾ നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. ഒപ്പം തന്നെ സഭയുടെ പ്രതിസന്ധിയിൽ എപ്പോഴും പരിശുദ്ധ അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്. അത് ചരിത്രത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തുണ്ടായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ അതിനെടുക്കേണ്ടതല്ല. പ്രഖ്യാപനത്തിന് അധികാരികമായ അതിനാധികാരികം നമുക്ക് തന്നെ അസിസി പുണ്യാൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കി. ഇരുട്ട് നിറഞ്ഞ അതിഭയങ്കരമായ ഒരു കാലഘട്ടത്തിലാണ് അസിസി പുണ്യാൻ വിളിക്കപ്പെടുന്നത്. അതെന്തൊരു ദൈവവിളിയായിരുന്നു! ഭൗതികമായി ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ദൈവം മനസ്സാന്തം രൂപപ്പെടുത്തി ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവേശം പൂണ്ട് അവസാനം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അത്രയും ബോധ്യമുണ്ടായിരുന്നല്ലോ, ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ദർശനങ്ങൾക്ക് സഭയുടെ അംഗീകാരം വേണം. അതിനകത്ത് എത്രയോ 500 കിലോമീറ്റർ എങ്കിലും നടന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ട്രെയിനൊന്നുമില്ല. ഇന്നാണ് റോമിൽ നിന്ന് 5 മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ പോയാൽ സിസിയിലെത്താം. അത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് അവിടെ എത്തിക്കഴിയും. അന്ന് അങ്ങനെയുള്ളൂ, ഈ ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ നടന്ന് തന്നെ റോമിലെത്തിയിട്ട് പാപ്പായെ സന്ദർശിച്ച് അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു അനുകൂലമായ ഒരു പ്രതികരണവും ഉണ്ടായില്ല. യു ഗോ ആൻഡ് പ്രീച്ച് ടു ദ പിഗ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് ആ കാലഘട്ടത്തിൽ വ്യാജ പ്രബോധകരും പ്രവാചകരും അധികം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു, മാർപ്പാപ്പ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമാണ്? ഇത് വത്തിക്കാൻ കൊട്ടാരം ഇത് ആടി ഒളിഞ്ഞ് താഴോട്ട് വീഴാനൊരുങ്ങുന്നു. സഭയാണ് വീഴാനൊരുങ്ങുമ്പോൾ ഒരു മനുഷ്യൻ്റെ കൈ അത് നേരെ നിവർത്തി നേരെയാക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പം തലേദിവസം തൻ്റെ അടുത്ത് വന്നയാളാണ്. അപ്പം ദർശനത്തിലൂടെ മാർപ്പാപ്പയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ വരുന്നയാളാരാണ്. എന്തിനാണ്? തനിക്ക് ലഭിക്കുന്ന ദർശനങ്ങളും തനിക്ക് ലഭിക്കുന്ന ആ ആന്തരികമായിട്ടുള്ള വ്യാപാരങ്ങൾക്കും ഒക്കെ അത് സഭയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മാർപ്പാപ്പായുടെ അംഗീകാരവും പ്രഖ്യാപനവും ഉണ്ടാകണം. ഉടനെ കൽപ്പനയിട്ടു എന്ന് വിളിച്ചാൽ മാർപ്പാപ്പ അന്ന് രാജാവാണ്, റേറ്റിലുള്ള രാജാവാണ്. കൽപ്പനയിട്ടു. ഇപ്പം ആ പ്രദേശം മുഴുവൻ അന്വേഷിച്ച് കണ്ടില്ല, ഇറ്റിൽ മുഴുവൻ തപ്പി കിട്ടിയില്ല. അവസാനം ആരൊക്കെന്ന് പറഞ്ഞ് പന്നിക്കൂട്ടിൽ ഒരാൾ കിടപ്പുണ്ടോ ചെന്ന് നോക്കിയപ്പോൾ ആലോചിച്ച് നോക്കി, അസിസി പുണ്യാൻ ചെന്ന് ഹി വാസ് പ്രീച്ചിങ് ടു ദ പിഗ്സ്. മാർപ്പാപ്പ പരിഹാസപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയായിരുന്നു. അപ്പം അനുസരണം എന്ന് പറയുന്നത് ഉത്തമ മകുടമായ കാരണമാണ്. അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മാർപ്പാപ്പയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് അസിസി പുണ്യാൻ ദർശനങ്ങൾക്ക് അംഗീകാരവും കൊടുത്തുവന്നത്. ചരിത്ര സംഭവമാണിത്, അതായത് എഴുതപ്പെട്ട ചരിത്രമാണത്, നിസ്സാര കാര്യമൊന്നും. എന്ന് പറഞ്ഞതുപോലെ വചനപ്രഘോഷകർ ധാരാളം സഭയിലുണ്ടാകും, പക്ഷെ അത് നീതമായ അധികാരത്തിന് വിധേയമായിരിക്കേണ്ടതാണ്. അങ്ങനെയാണല്ലോ പോകുന്നത്, അല്ലാത്തൊന്നും ഫലം പുറപ്പെടുവിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ പിന്നെ മറ്റൊന്നുള്ള പറയുന്നത് ലോത്തിന്റെ കാലത്തെക്കുറിച്ച് തന്നെ പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നതാണ്. അതായത് നോഹയുടെ ദിവസങ്ങൾ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങൾ എന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. ലോത്തിന്റെ കാലം അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയാണ് മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും സംഭവിക്കാം. ഈശോ ഈ പറയുന്നത് നോക്കണേ, അതായത് തിന്മ പെരുകും, പക്ഷേ കർത്താവെന്ന് എന്നും ഒരാൾ തന്നെയാണ്. ഈശോ എന്നും ഒരാൾ തന്നെയാണ്. ഈശോ ജീവമൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ, സംശയമൊന്നും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. നമ്മൾ എന്ത് തിന്മ പെരുകുന്ന കണ്ടാലും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട്. ആ തിന്മ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമാണ് സോദോം ഗൊമോറ എന്ന് പറയുന്നത്.
തീയും ഗന്ധവും കൊണ്ട് ഇറക്കി അവരെ കത്തിച്ചു കളഞ്ഞു. ആ ദിവസങ്ങളിൽ പുരമുകളിൽ ഇരിക്കുന്നവർ വീടിനകത്ത് ഉള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നീട് ഉള്ള വയലിലേക്ക് തിരിഞ്ഞു പോകരുത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തുന്നു, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കർത്താവ് പറയുന്ന കാര്യം നമ്മൾ ഓർക്കണം. കർത്താവ് സംഭാഷിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായി ഈ വലിയ വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടത്തിൽ ലോത്തിൻ്റെ കാലത്തിൻ്റെ സംഭവം പോലെ തന്നെയല്ലേ ഇന്നും നടക്കുന്നത്. കണ്ടോ, ഈ 2 ദൂതന്മാർ അല്ലെ 3 ദൂതന്മാർ ഇങ്ങനെ കടന്നു ചെന്ന അവസരത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന് 19 അധ്യായത്തിൽ 2 ദൂതന്മാർ ലോത്തിൻ്റെ ഭാഗത്തേക്ക് വീടിൻ്റെ ഭാഗത്തേക്ക് സ്വതന്ത്രമാലേക്ക് പോകുന്ന അത് നിലം പറ്റത്താണ് വണങ്ങി എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മുഴുവൻ അനുസരണമുള്ള ഒരു തലമുറയാണ്. അപ്പോൾ ദൈവത്തെയും ദൈവജനത്തെയും ബഹുമാനിക്കുന്ന തലമുറയാണ് ഈ താണു വണങ്ങിയെന്ന് പറയുമ്പം. നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ ദൈവജനത്തെയും താണു വണങ്ങുന്ന തലമുറ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ ചേരേണ്ടത്. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ട് മറ്റൊന്നുണ്ട്. മറ്റൊരു തലമുറ ഒരേ കാലഘട്ടത്തിന് 2 തലമുറയെ കണ്ടില്ലേ. ഒരു തലമുറ എങ്ങനെയായും മറ്റൊരു തലമുറ എന്താ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ അവർ വീടങ്ങ് വളഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് ഭോഗിക്കേണ്ടതിന് പുരുഷന്മാരെ പുറത്തുകൊണ്ട്, അതായത് അവർക്ക് വേണ്ട ഹോമോസെക്ച്വാലിറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വലിയ ഗേമത്തിൽ പറയുമ്പോൾ വലിയ പുതിയ കാര്യമാണ്. അന്നും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ച്വൽ. അതുകൊണ്ട് അവരെ ഭോഗിക്കേണ്ടതിന് പുറത്ത് കൊണ്ടുവരാൻ പറയുക ആരാ? ദേവദൂതന്മാരാ. അപ്പോൾ വാസ്തവത്തിൽ എന്നാ സംഭവിച്ചത്? ഈ പറയുന്ന സ്വർഗ നിരാഗം എന്നൊക്കെ പറയുന്നത് കാര്യം എന്തെല്ലാം സമ്മർദ്ദങ്ങൾ എന്തെല്ലാം ഉണ്ടായാലും ശരി, അത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഒരിടത്ത് പോലും കർത്താവിൻ്റെ സഭ അത് അംഗീകരിച്ചിട്ടില്ല. വെറുതെ ദുർവ്യാഖ്യാനം നടക്കുക. മാർപ്പാപ്പ ഹോമോസെക്ച്വൽസിന് ആശീർവാദം കൊടുക്കുന്നത് ആ വൈദികരെ അനുവദിച്ചപ്പോൾ അതൊരു സാക്രമെൻ്റായിട്ട് നിർവഹിക്കാൻ പറഞ്ഞിട്ടില്ല. അത് കൂദാശയോട് ബന്ധപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കരുണയെ അവിടെ പ്രതിഫലിച്ചത് ചുമ്മാ പെട്ടെന്ന് പറഞ്ഞതില്ല. കോൺഗ്രേഷൻ ഓഫ് ഫെയ്ത്ത് വഴിയായിട്ട് സ്റ്റഡി ചെയ്ത് കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്നത്തെ സാഹചര്യം ഇവിടെയല്ല. ഇവിടെ എല്ലാം ഹോമോസെക്ച്വൽ എന്ന് പറയുന്നതൊക്കെ വളരെ സപ്രസ്ഡാണ്. അത് വളരെ ഇൻഹിബിറ്റഡാണ്. അവിടെ അല്ല വലിയ ഓപ്പൺ, ഭയങ്കരമായിട്ട് ഓപ്പണാണ്. അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞങ്ങളവിടെ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ ഒരിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴി ഒരു ആരാധന ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ അന്ന് കോളറുണ്ട്, വൈദികനാണെന്ന് ആര് കണ്ടാലും അറിയാം. ഒരു 10-20 ചെറുപ്പക്കാർ വന്ന് വളർന്നു. ഈ 82-ലാണ് പറഞ്ഞു. എത്ര വർഷം മുമ്പാണ്? 82, 1982 വളഞ്ഞിട്ട് അത് അവരാവശ്യപ്പെട്ടതാണ്, യു ടെൽ ദ പോപ്പ് ആൻഡ് ആസ്ക് ദ പോപ്പ് ടു ബ്ലസ് അവർ മാരേജ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി അവരുടെ നടുവിൽ. ഓക്കെ ഐ വിൽ ടെൽ ദ പോപ്പ് എന്ന് ഞാനങ്ങ് പോയി. ഒരു ബുധനാഴ്ചയായിരുന്നു അത്. പോയിട്ട് പെട്ടെന്ന് ഒന്ന് സാധാരണ ബുധനാഴ്ചയായി പേപ്പൽ ഓഡിയൻസ് ഉള്ള പ്രസംഗം കേൾക്കാൻ പോവുക ഞങ്ങൾക്കും പതിവാണ്. ഇപ്പം പാപ്പായുടെ പ്രസംഗം കേൾക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ചെന്നപ്പോൾ ഈ കക്ഷികൾ വലിയ ഭയങ്കര ബാനറും പിടിച്ചുകൊണ്ട് വി ആർ ഗേ ബ്ലസ് അവർ മാരേജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ആലോചിച്ച് നോക്കി, അത്ര ഓപ്പൺ അവിടെ ആ കാര്യം എന്ന് പറയുമ്പോൾ എന്തുമാത്രം സമ്മർദ്ദമായിരിക്കും മാപ്പാപ്പയുടെ മേൽ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ വ്യക്തികളോടുള്ള കരുണ കാണിക്കാനാണ്. ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ്, പ്രകൃതി വിരുദ്ധമായ തിന്മയാണ്. അത് കരുണ കാണിക്കാൻ പറഞ്ഞ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെയുള്ള അല്ലെങ്കിൽ ഹോമോസെക്ച്വൽ സെൻറ്റൻസുകൾ ഇതെല്ലാം മാപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്നു പറയുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയത്. അത് പല രാജ്യങ്ങളും, ഇപ്പോൾ നെതർലൻഡാണ് ആദ്യമായിട്ട് സ്വവർഗ വിവാഹത്തെ അംഗീകരിച്ചത്. നെതർലൻഡ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ, നമ്മുടെ പോലും രാജ്യവും ഇസ്രായേലും ഒക്കെ പോലും ഇങ്ങനെ അത് അംഗീകരിക്കാനിടയാണ്. പക്ഷേ അതൊന്നും ന്യായമായ കാര്യമല്ല. അത് ദൈവസന്നിധിയിൽ തെറ്റാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട പുരുഷനും സ്ത്രീയുമായിട്ടാണ്. വിവാഹം കഴിക്കുന്ന പുരുഷൻ സ്ത്രീയാണ്, സ്ത്രീ പുരുഷനെയല്ല. എൻജോയ്മെൻ്റ് അല്ല വിവാഹത്തിൻ്റെ ലക്ഷ്യം. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന തലമുറ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ദൈവികമായ പ്രക്രിയ. അതുകൊണ്ട് പുരുഷനുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ചായ്വുള്ള ആൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവർക്കതേ പറ്റുമെന്നൊക്കെ പറയുന്ന ന്യായീകരണമൊന്നുമില്ല. അത് നേരായ ധാർമ്മിക നിലവാരമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാം അതിന് മധ്യത്തിനായിട്ടൊന്ന് വാദിക്കുന്നത് കണ്ടില്ലേ? നോക്കി, അത് ഈശോർ എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു അബ്രഹാമിനെ. അബ്രഹാം പറഞ്ഞു, അയ്യോ അവരെല്ലാം നീ നശിപ്പിക്കാൻ പോവുകയാണോ? സ്വതന്ത്രമാരെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണോ? അത് 50 നീതിമാന്മാർ നശിപ്പിക്കരുത് കേട്ടോ. നോക്കി, ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാവും.
മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞില്ല 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കില്ല, വന്ന് 5 ഉണ്ടെങ്കിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം 5 പോയിട്ട് 1 പോലും ഇല്ലായിരുന്നു. ആ കാലഘട്ടം നമുക്കറിയാം. സംഭവം അഗ്നി ഗന്ധം ലോകത്തൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? അതിഭയങ്കരമായിട്ടുള്ള ഈ അഗ്നിയും ഗന്ധവും ഇറങ്ങി കത്തിച്ചൊരിച്ചപ്പം ഓടുന്നിടത്ത് നിന്ന് പോയ വഴിക്ക് ലോകത്തിൻ്റെ വരി തിരിഞ്ഞു നോക്കി. അതായത് നീ വഴി വിട്ടുപോയ തിന്മയുടെ വഴിയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കിയാൽ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമെന്ന് കർത്താവ് ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വചനപ്രഘോഷമൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് നമ്മൾ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ സാധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളും മനസ്സിലാക്കേണ്ട സംഗതിയാണ് എന്തുമാത്രമാണ് ഇന്ന് 2020 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് കണ്ടില്ലേ? കർത്താവ് ഞാൻ പറഞ്ഞു അന്ന് വന്നത് ഇന്ന് പാപപരിഹാരം ചെയ്യാൻ വേണ്ടി പാവികളെ പോലെ ഒരുവനായി അവിടുന്ന് ഇറങ്ങി വന്നുവെങ്കിൽ ബേഥനിൽ പറഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു വരവുണ്ടെന്നേ. ആ വരവ് എങ്ങനെയൊന്നുമില്ല, അത് വിധിയാളനായിട്ട് വരവാ. അന്ന് വന്നാ അടിയേറ്റില്ലേ? അടിയെല്ലാം ഏറ്റ് തകർന്ന് എന്നിട്ടും ചോദിച്ചു, നീ എന്തുകൊണ്ട് തന്നെ അടിച്ചെന്ന് ചോദിച്ചു. ആ കർത്താവ് ഇനി വരുന്നത് അതുകൊണ്ടല്ല, അവൻ ഇനി വരുന്നത് ഇരുമ്പ് തന്നുകൊണ്ടാണ്. അന്നും അത് കഴുതപ്പുറത്ത് കയറുമെങ്കിൽ വെള്ളക്കുതിര മൂലമായിരിക്കും പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മറ്റൊരു സംഗതി, ഈ ദേവാലയത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ഈ കല്ലുമേൽ എത്തിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക? കർത്താവിനോട് അവർ ചോദിക്കുക, ഇതെപ്പോഴാണ് സംഭവിക്കുക? ആ ചോദിച്ച ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാം? ലൂക്കാ സുവിശേഷം 21 അധ്യായം 6-ാം വാക്യത്തിലാണ് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നവ കല്ലുമേ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. സമയം വാസ്തവത്തിൽ ഭൗതികമായിട്ട് നടന്നത് AD 80 ചക്രവർത്തി ദേവാലയം തകർത്ത് കളഞ്ഞത് മാത്രമല്ല, അതൊരു പാർഷ്യൽ ഫുൾഫിൽമെൻ്റായി വചനത്തിൻ്റെ. അത് പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക? അപ്പോൾ അടയാളങ്ങൾ എന്താണ്? അവൻ പറഞ്ഞു, ആര് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവേൻ. എന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും, നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. കണ്ടോ, ദുരുപദേഷ്ടങ്ങൾ ധാരാളം വരും. ഈ യൂട്യൂബിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തോണം, സഭയുടെ പ്രബോധക സമിതിയുടെ ആധികാരികതയ്ക്ക് വിരുദ്ധമായിട്ടാണ് പ്രസംഗങ്ങൾ പോകുന്നതെങ്കിൽ അത് നമുക്ക് ചെവി കൊടുക്കാൻ പാടില്ല. ഒരു സത്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ നമുക്ക് സമിതിയുണ്ട്. അത് ദൈവം നിശ്ചയിച്ച സമിതി തന്നെയാണ്. അത് പത്രോസിന്മേൽ നിൽക്കുന്ന അധികാരമാണ്. നീ ഭൂമിയെ കേട്ടുന്നത് സ്വർഗത്തിലും കേട്ടപ്പോഴും ഭൂമിയായിരിക്കും സ്വർഗത്തായിരിക്കും എന്ന് പറഞ്ഞ അധികാരം, അതിന് വിരുദ്ധമായിട്ടാണ് ഈ പ്രബോധനങ്ങളും വചനപ്രബോധനങ്ങളും വരുന്നതെങ്കിൽ അത് നമ്മൾ അങ്ങനെ വരുന്നുണ്ട്. ചെവിക്കൊണ്ട് പ്രത്യേകിച്ച് കുമ്പസാരത്തെക്കുറിച്ച് അങ്ങനെ വരുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളും കലഹങ്ങളും കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാകണ്ട. എന്തുമാത്രം യുദ്ധങ്ങൾ കടന്നുപോയിട്ടുണ്ട്, എന്തുമാത്രം യുദ്ധങ്ങളാണ് കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഒരുപാട് പേര് വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പം വീണ്ടും സമയമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിന് എതിരായും തല ഉയർത്തും. ഇപ്പം വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവയ്ക്കെല്ലാം മുമ്പ് അവരിൽ നിന്ന് നിങ്ങളെ തന്നെയാണെങ്കിലും പിടികൂടി, ശത്രുക്കൾ പിടികൂടി അവർ നിങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കും. കർത്താവ് മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. നമുക്ക് പേടി അതാണല്ലോ. ഇവിടെ വരുന്ന സാഹചര്യം, ഇപ്പം വരുന്ന നമ്മുടെ നമ്പർ ഭയങ്കരമായിട്ട് കുറയുകയാണ്. ഈ കുറയുന്ന സാഹചര്യം നമ്മുടെ ബലം പോകുന്നു, രാഷ്ട്രീയ ബലം പോകുന്നു. അവസാനം അല്ലാത്തവരെ ശത്രുക്കളുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് നിയമം കൊണ്ട് പീഡിപ്പിക്കുക തന്നെയല്ല, ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ ഇടയുണ്ടെന്ന് ഓർത്ത് നമ്മൾ പേടിക്കുന്നത്. കർത്താവ് നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളതേക്കുറിച്ച് ഭയപ്പെടേണ്ട. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. തന്നെയല്ല, അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് സിനഗോഗാണെങ്കിൽ ഇന്ന് ശത്രു കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെ ദേശാധിപതിയുടെ മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. കണ്ടില്ലേ വടക്കേണ്ടി നടക്കുന്ന മതപരിവർത്തന നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് വൈദികരൊക്കെ അറസ്റ്റ് ചെയ്ത്, സിറ്റുവേഷനൊക്കെ അറസ്റ്റ് ചെയ്ത്, ഒരു കാരണവും കൂടാതെ, എന്ത് കാരണത്താൽ കേൾക്കാൻ നമുക്ക് അതിശയം തോന്നിപ്പോ, ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യം കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞിരിക്കുക. അവർ കൊണ്ടുപോയി അങ്ങനെയുള്ള സമയത്ത് ഒന്നും നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും. കർത്താവ് മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കുമെന്ന്.
അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലിരിക്കേണ്ട സംഗതി, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം നൽകുന്ന അവസരം വന്നാൽ പതറാൻ പാടില്ല. അത് എന്ത് ഉത്തരം അപ്പം പറയണമെന്ന് നിങ്ങൾ തന്നെ ഒട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഓക്കെ, എന്തൊരു ഉറപ്പാണ് തമ്മിൽ നിന്നിരിക്കുന്ന ഏതൊരു പീഡനം. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അമിത ഉത്കണ്ഠയും ഭയം ഒന്നും വേണ്ട. പക്ഷെ പ്രാർത്ഥന വേണം അത്യാവശ്യം. എന്തിനാ പ്രാർത്ഥന? നമുക്ക് ആത്മകരുത്ത് കിട്ടാൻ, സാക്ഷ്യം നൽകാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി. ഇപ്പം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. വരാവുന്ന സാഹചര്യത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുക. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഈശോയാണ് പറഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഭയപ്പെടാനായിട്ട് പാടില്ല. അപ്പം ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഇത്രയും നമ്മൾ പറയേണ്ടതായിട്ട് വന്നു. നമ്മളുടെ നേരിട്ടുള്ള നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ അനുബന്ധമായിട്ട് പറഞ്ഞതെങ്കിലും കർത്താവ് തന്നെ ഈ നോഹിൻ്റെ ചെറുപ്പിള്ളയും അതുപോലെ തന്നെ ലോത്തിൻ്റെ കാര്യവും റെഫർ ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പം എടുക്കാനായിട്ട് ഇടയാ. അപ്പോൾ നമ്മൾ എന്തുവേണം നമ്മൾ മനസ്സിൽ ധരിക്കാനായി? ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങളാണ് ഈ ഭാഗത്തൂടെ വിശകലനം ചെയ്തു പോകുന്ന വിശുദ്ധ ഗ്രന്ഥകാരന്മാർ. അല്ല വെറും ഒരു കഥ വായിക്കുന്ന പോലെ വേദപുസ്തകം വായിച്ചു പോകരുത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഏത് പ്രതിസന്ധികളും ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ശക്തി പകരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒരിക്കൽ തന്നെ നമ്മളെ തളരുന്നതോ തകർത്തുന്നതോ അല്ല. നമ്മൾ കൂടുതൽ വചനത്തിലേക്ക് തിരിയാൻ അവഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ വളരുകയും ചെയ്യണം. ആ വചനപ്രഘോഷത്തിൽ പറഞ്ഞ പോലെ തന്നെ ആകാവുന്നിടത്തോളം നന്മ നിറഞ്ഞ മറിയാമെന്നൊക്കെ പറഞ്ഞ നിസാര പ്രാർത്ഥനയൊന്നും അല്ല സഹോദരങ്ങളെ. അത് ശക്തിയാണ്, അത് ഭയങ്കരമായ കരുത്താണ്. അത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവമായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആ ശക്തി ഉണ്ടായിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, നിന്റെ പുത്രനെ അനുഗ്രഹിക്കുകയാകുന്നു എന്ന് പറയുന്നത് എന്തൊരു സംഗതിയാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. അതിലൂടെ അവരിൽ നിന്നിരുന്നതായി, അമ്മയിൽ നിലനിന്നതായ ധൈര്യത്തിൻ്റെ, ഈശോയിൽ നിലനിന്നിരുന്നതായ കരുത്തിൻ്റെ ഒരു അംശം നമുക്കിവിടെ കിട്ടിയല്ലേ. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയൊക്കെ നിരന്തരം എത്ര ലക്ഷം ചെല്ലിയാലും കുറവൊന്ന് ചെല്ലാൻ പറ്റുന്നവർക്ക് ചെല്ലാൻ അതിൻ്റെ ഫലം സഭയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവർ നൽകിയ ആഹ്വാനത്തിൻ്റെ വലിയ ഫലങ്ങൾ സഭയിൽ വന്നുകൊണ്ടായിരിക്കും. ഇപ്പം തന്നെ അത് കേട്ടിട്ട് എത്രയോ ആളുകൾ അങ്ങ് ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ വൈദികർ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ യൂട്യൂബിലേക്ക് കാണുന്ന പോലെ തിന്മകൾ മാത്രമൊന്നും അല്ല സമൂഹത്തിൽ, നന്മയുണ്ട്. നന്മ വിളഞ്ഞാൽ നിൽക്കുന്നത്, അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ കൂടെ കൂടാൻ നമുക്ക് കഴിയേണ്ട. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ അമുഖമാണെന്ന് പറഞ്ഞപ്പോൾ സമയം തീരാറായി. എങ്കിലും നമ്മൾ ഇപ്രാവശ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രളയം 7 അധ്യായം 1 തൊട്ട് 24 വാക്യങ്ങളാണ്. അത് പെട്ടെന്ന് പറഞ്ഞതിൻ്റെ ആമുഖം പറഞ്ഞു വെച്ചിട്ടങ്ങ് അവസാനിപ്പിക്കുക. അവിടെ എന്തൊക്കെയായി അധ്യായത്തിൽ വരുന്നത്? പെട്ടക പ്രവേശകം, പിന്നെ ജലപ്രളയത്തിന് തുടക്കം, പിന്നെ വെള്ളപ്പൊക്കത്തിന് വിവരണം, പിന്നെ ജീവജാലങ്ങളുടെ നാശം. ഇങ്ങനെ ഒരു ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് നിലനിന്നിരുന്ന വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ, പ്രത്യേകിച്ച് യഹോവ പാരമ്പര്യവും പുരോഹിത പാരമ്പര്യവും രണ്ടെണ്ണം 2 ലൈനായിട്ട് 2 വിവരണങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ വിവരണം തന്നെ ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അങ്ങനെ നാം നേരത്തെ പറഞ്ഞു വന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വൈരുദ്ധ്യമോ ഒന്നുമില്ല. അത് വേദപുസ്തകത്തിൽ ലഭ്യമായിരിക്കുന്ന രേഖ അതേപടി ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നോഹിയുടെ പെട്ടകത്തിൽ അവർ 7:1 തൊട്ട് 5 വാക്യങ്ങളിലും 7 തൊട്ട് 9 വരെ വാക്യങ്ങളിലാണ് ഈ കാര്യം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം കുടുംബാംഗങ്ങളെല്ലാവരെയും, അത് സർവ്വജീവജാലങ്ങളെ അകത്ത് കയറ്റി. അത് 7:1 തൊട്ടുള്ളത് യഹോവ പാരമ്പര്യമാണ്. 9 എന്ന് പറയുന്നത് പുരോഹിത പാരമ്പര്യം. ഇപ്പം നീതിമാനാണ് എന്ന നിലയിലാണ്. നോഹ നീതിമാനായിരുന്നു. സങ്കീർത്തനം 1:15 പറഞ്ഞ ആരാണ് നീതിമാൻ എന്ന് പറയുന്നുണ്ട്. ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനും സഹോദരങ്ങളോട് നീതിനിഷ്ഠമായി പെരുമാറുന്നവനും അവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ. നീതിമാൻ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം 1:15 പറയുകയാണ്, ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുകയും സഹോദരങ്ങളോട് നീതിനിഷ്ഠമായി പെരുമാറുകയും അവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും നാശം പ്രഖ്യാപിക്കുന്നതിൻ്റെ ശിക്ഷയായിട്ട് അപ്പോൾ തന്നെ അവർ നിലനിൽപ്പിനുള്ള സംവിധാനം ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്നില്ലേ. പാപത്തിൻ്റെ ഫലമായിട്ട് ശിക്ഷ ദൈവം പ്രദാനം ചെയ്യുന്ന ഉടനെ തന്നെ ആ മനുഷ്യകുലത്തിൻ്റെയും ജീവയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ 2 ജോഡി വീത ആളുകളെ പെട്ടകത്ത് പ്രവേശിപ്പിക്കാനായിട്ട് പറയുക. ഇത് ആരംഭമാണ്. സാൽവേഷൻ ഓഫ് ദി റെമനന്റ് എന്ന് പറയുന്ന വലിയ ദൈവവിശ്വാസ സത്യത്തിൻ്റെ ആരംഭം. പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് പോകുന്നിടത്തെല്ലാം
എത്രമാത്രം ശിക്ഷിക്കപ്പെട്ട് തകർത്തി കളഞ്ഞാലും കർത്താവ് കരുണ കാണിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. വീണ്ടും തിരിച്ചു വിളിക്കുന്ന കാണാൻ കഴിയും. വീണ്ടും നന്മയിലേക്ക് തിരിച്ചു വിളിക്കും. തിന്മയിലേക്ക് പോകുന്നതിനെ കഠിനമായ തിന്മയിലേക്ക് തിരിച്ചു പോകാൻ യെശയ്യാ പറഞ്ഞ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ, കർത്താവിലേക്ക് തിരിവേൻ, കർത്താവിലേക്ക് മടങ്ങി വരുവേൻ. വളരെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഷൂബ് എന്ന് പറഞ്ഞ വാക്ക്. നിരന്തരമായിട്ട് തിരിച്ചു വരുവേൻ, കർത്താവിലേക്ക് തിരിഞ്ഞു വന്ന് രക്ഷ പ്രാപിക്കുവാൻ. അപ്പോൾ അതുകൊണ്ട് അശുദ്ധവും ശുദ്ധവുമായുള്ള മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭക്ഷിക്കാൻ കൊള്ളാവുന്നത് ശുദ്ധവും ഭക്ഷിക്കാൻ കൊള്ളില്ലാത്ത അശുദ്ധവും എന്നൊക്കെ നിലയിലാദ്യം കരുതിയിരുന്നതാണ്. പിന്നീട് അത് ഒരു മതാത്മക ചിഹ്നമായിട്ട് അടയാളമായിട്ടൊക്കെ യഹൂദ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തു വയ്ക്കുന്ന ഈ ഭാഗം ഇവിടെ തന്നെ സമാപിപ്പിക്കുകയാണ്. അപ്പോൾ നോഹ തന്നെയാണ്, കർത്താവ് തന്നെയാണ് നോഹയെ പെട്ടകത്തിൽ അടയ്ക്കുന്നത്. കർത്താവിൻ്റെ കാരുണ്യവും വാത്സല്യം നോക്കി പണമൊക്കെ വെച്ചതൊക്കെ നോഹ തന്നെ. പക്ഷേ അത് അവസാനം എല്ലാം കണ്ട് സുരക്ഷിതത്വം നൽകിക്കൊണ്ട് അത് അടച്ചു വെക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ അവൻ അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റില്ല മറ്റാർക്കും, അവൻ തുറന്നാൽ പിന്നെ മറ്റാർക്കും അടയ്ക്കാനും പറ്റില്ല. ഇതൊക്കെ നമ്മൾ സങ്കീർത്തനങ്ങൾക്ക് ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള കാര്യം നമ്മളെ മനസ്സിലിരുത്തിക്കൊണ്ട് ഈ നോക്കിൻ്റെ ജലപ്രളയ കാര്യം അതൊക്കെ വിചിന്തനം ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും അക്ഷരാർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കുക, അതിൻ്റെ ദൈവശാസ്ത്രം എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അത് കർത്താവ് എടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ, ഈശോ എടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ അത് എന്നും നിലനിൽക്കുന്ന സന്ദേശം നൽകുന്ന വിശുദ്ധ ഗ്രന്ഥ വിവരണമാണെന്ന കാര്യം. അതായത് തിന്മയ്ക്ക് ശിക്ഷയുണ്ടാകും. എത്ര കഠിനമായി ശിക്ഷിച്ചാലും കർത്താവ് പരിപൂർണമായിട്ട് ശിക്ഷിക്കുകയില്ല. അവിടുന്ന് കാരുണ്യവാനായി കൊണ്ട് അത് അവിടുന്ന് രക്ഷയുടെ വഴി തുറന്നു തന്നിരിക്കും. അതുകൊണ്ട് അതിനുശേഷം വീണ്ടും പുതിയൊരു തലമുറ ഉദയം ചെയ്യും. അപ്പോൾ ഒരു പുതിയ സൃഷ്ടി അവിടെ ഉണ്ടാകും. അപ്പോൾ പഴയത് കടന്നുപോയിട്ട് പുതിയത് കടന്നു വരും എന്ന സന്ദേശം അവിടെ കൃത്യമായിട്ട് അപ്പോൾ പെട്ടകത്തിൽ കയറി വിവരണമൊക്കെയാണ് 6-ാം അധ്യായത്തിൽ എപ്പോഴും എടുത്തു വരുന്നത്. അപ്പോൾ നോഹയുടെ 3 പുത്രന്മാരുടെ പേരുകൾ പുരോഹിത പാരമ്പര്യത്തിൽ എടുത്തു പറയുന്നത് ഷേം, ഹാം, യാഫേത്ത്. അപ്പോൾ 7:13-16 വാക്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ടൊന്ന് അവസാനിപ്പിക്കുകയാണ്. അന്ന് തന്നെ നോഹയും ഭാര്യമാരും അവൻ്റെ പുത്രന്മാർ ഷേം, ഹാം, യാഫേത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലാ വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴയന്തുക്കളും പക്ഷികളും ആ പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് 2 വീതം നോഹയോട് കൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ ആണും പെണ്ണുമായ അകത്ത് കടന്നു. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. അപ്പം അതുകൊണ്ട് ജലപ്രളയത്തിൻ്റെ തുടക്കത്തിലെ വിവരണമായി പറഞ്ഞു വെച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ബാക്കി തുടർച്ചയായിട്ട് പറയുന്നതാണ്. ഇത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ റിസീവ് ചെയ്ത് പറയുകയാണ്. ഈ ഓരോരോ ഘട്ടങ്ങളിൽ വരുന്ന സാഹചര്യങ്ങളോട് വചനത്തെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഘട്ടങ്ങളിൽ സഭയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന പുതിയ കാര്യമൊന്നുമില്ല. അത് പരിഹരിച്ച് പോകും. അതിൻ്റെ മാർഗ്ഗങ്ങളാണ് വചനപ്രഘോഷം പറയുന്നത്. പ്രാർത്ഥനയാണ് അതിൻ്റെ മാർഗ്ഗം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മാർഗ്ഗം. അതുകൊണ്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലും വചന പ്രഘോഷണത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അത് ചെലവിടാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വചനപ്രഘോഷങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. സഭയിൽ ഈ പ്രകാശം പരത്തുന്ന അവരല്ലേ, അവരിലൂടെയല്ലേ പ്രകാശം കടന്നു വരുന്നത്. വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴല്ലേ അവിടെ കേൾക്കുന്ന ആൾ ഹൃദയങ്ങളിൽ പ്രകാശമാനമാകുന്നത്, ആത്മാവിൽ ഒരു തണുപ്പ് വരുന്നത്, ശക്തി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം നല്ല വചനപ്രഘോഷകർ സഭയിൽ ഉണ്ടാകുവാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സഭയിൽ ഉണ്ടാകുന്ന ഇരുട്ടും കാര്യങ്ങളും കൊണ്ട് അതൊന്നും നമ്മളെ ഒന്നും ഏതെങ്കിലും തരത്തിൽ ഒന്നും ദുർബലരാക്കരുത്. അതിലൂടെ നമ്മൾ കടന്ന് അടുത്ത പടകളിലേക്ക് പോകുമെന്നുള്ള കാര്യം തിന്മ എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ തിന്മയ്ക്ക് വശംവദാകുന്നവരെ തിരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന പറയാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.